ഹായ്, ഇന്ന് നമ്മൾ പുതിയൊരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനായ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് ബൈനോമിയൽ എന്ന് വിളിക്കുന്നത്, കുറച്ച് റിയൽ ടൈം എക്സാമ്പിൾസ് ആൻഡ് അതിൻ്റെ മൊമെൻറ്റ്സ്, ഇതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മെമ്മറിയിൽ പെട്ടെന്ന് സ്റ്റോർ ആവും അല്ലേ. സോ ഈ ഒരു കേസിലും നിങ്ങൾ ഓൾറെഡി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ നെഗറ്റീവ് ബൈനോമിയലും യൂണിഫോം ഒക്കെ പഠിക്കും. ഇത്തരത്തില് എല്ലാ ഡിസ്ട്രിബ്യൂഷൻസിന്റെയും പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും മൊമെന്റ്സും പ്രോപ്പർട്ടീസ് ഒക്കെ ഓർത്തു വെക്കാൻ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പരസ്പരമുള്ള കണക്ഷൻസ് മനസ്സിലാക്കി വെക്കാം. നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെയും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെയും ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനെയും എങ്ങനെയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താ, എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസസ് ഇൻ എൻ ട്രയൽസ് ആണ്. എൻ ട്രയൽസിൽ സക്സസുകളുടെ എണ്ണമാണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തിനാണ്? നമ്പർ ഓഫ് ട്രയൽസ് ആണ്. സോ ഡിഫറൻസ് ഇവിടെ നമ്പർ ഓഫ് ട്രയൽസ് ആണ്, ഇവിടെ നമ്പർ ഓഫ് സക്സസ് ആണ്. നമ്പർ ഓഫ് ട്രയൽസ് നീഡഡ് ടു ഗെറ്റ് ദ ഫസ്റ്റ് സക്സസ്, ആദ്യത്തെ സക്സസ് കിട്ടുന്നതിനുള്ള നമ്പർ ഓഫ് ട്രയൽസ് ആണ്. അതല്ലെങ്കിൽ മറ്റൊരു കേസ് കൂടി ഉണ്ട്, എന്താണ്? നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് അൺടിൽ ദ ഫസ്റ്റ് സക്സസ്, ആദ്യത്തെ സക്സസ് കിട്ടുന്നതിന് മുമ്പ് വരെയുള്ള ഫെയിലിയേഴ്സിന്റെ എണ്ണം. അതും മോഡൽ ചെയ്യാൻ നമ്മൾ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസ് എന്താ നോക്കാം. റാൻഡം വേരിയബിൾ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ട്രയൽസ്. ഇവിടെ അഗെയിൻ എന്താ? നമ്പർ ഓഫ് ട്രയൽസ് നീഡഡ് ടു ഗെറ്റ് ദ ആർത്ത് സക്സസ്. വളരെ എളുപ്പം നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ ആദ്യത്തെ സക്സസ് കിട്ടുന്നതിനുള്ള നമ്പർ ഓഫ് ട്രയൽസ് ആണെങ്കിൽ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ആർത്ത് സക്സസ് കിട്ടുന്നതിനുള്ള ട്രയൽസിന്റെ എണ്ണമാണ്. അതല്ലെങ്കിൽ ഈ ഒരു കേസിന് സാമ്യമുള്ള നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് അൺടിൽ ആർത്ത് സക്സസ്. ജിയോമെട്രിക്കിൽ ആദ്യത്തെ സക്സസ് കിട്ടുന്നതിന് മുമ്പ് വരെയുള്ള ഫെയിലിയേഴ്സിന്റെ എണ്ണമാണെങ്കിൽ നെഗറ്റീവ് ബൈനോമിയൽ ആകുമ്പോഴേക്കും നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് അൺടിൽ ആർത്ത് സക്സസ്, ആർത്ത് സക്സസ് ഒക്കർ ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള ഫെയിലിയേഴ്സിന്റെ എണ്ണമാണ്. ഇനി എന്തൊക്കെയാണ് ഓരോ ഡിസ്ട്രിബ്യൂഷനിലെയും പാരാമീറ്റേഴ്സ്? ഇവിടെ എൻ പി ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എൻ പി ആണ്. സോ എക്സ് ഫോളോസ് ബി എൻ പി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇവിടെ അൺനോൺ പാരാമീറ്റർ പി ആണ്. സോ എക്സ് ഫോളോസ് ജിഇഒ പി എന്ന് ഡിനോട്ട് ചെയ്യാം. നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പാരാമീറ്റേഴ്സ് ആർ ആൻഡ് പി ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? സക്സസിന്റെ എണ്ണമാണ്, നമ്പർ ഓഫ് സക്സസ് ആണ്. എന്നാൽ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. സോ ഇതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എക്സ് ഫോളോസ് എൻ ബി ആർ പി എന്ന് ഡിനോട്ട് ചെയ്യാം. നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുക. സപ്പോസ് നിങ്ങളൊരു ചെസ് ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. ടൂർണമെന്റിന്റെ റൂൾ ഇതാണ്: യു ഹാവ് ടു പ്ലേ 5 ഗെയിംസ്. അതായത് നിങ്ങൾ 5 പേരുടെ കൂടെ കളിക്കണം. അതിൽ മാക്സിമം തവണ വിൻ ചെയ്യുന്നത് ആരാണോ അയാളായിരിക്കും വിന്നർ. സോ നിങ്ങൾ മാക്സിമം തവണ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും വിന്നർ. ഈ 5 ഗെയിംസിൽ നിങ്ങൾ സപ്പോസ് ഒന്നാമത്തെ ഗെയിമിൽ തോറ്റുപോയെന്ന് വിചാരിക്കാം. എന്നാൽ 2, 3, 4, 5 കളികളിൽ നിങ്ങൾ വിൻ ചെയ്തു. അപ്പം 5ാമത്തെ ട്രയലിൽ അഥവാ 5ാമത്തെ ഗെയിമിൽ നിങ്ങൾക്ക് 4ാമത്തെ സക്സസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഇവിടെ 4ാമത്തെ തവണയാണ് നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്നത്. സോ 5th ട്രയലിൽ 4th സക്സസ് ഒക്കർ ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി. ഈ ഒരു കേസ്, അതായത് നമ്പർ ഓഫ് ട്രയൽ ടു ഗെറ്റ് ആർത്ത് സക്സസ്. ഇവിടുത്തെ നമ്പർ ഓഫ് ട്രയൽ എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആണ്. സോ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. സോ ഇത്തരത്തിലുള്ള പ്രോബബിലിറ്റീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ എക്സ് ഫോളോസ് എന്ത് പറയാം? നെഗറ്റീവ് ബൈനോമിയൽ ആർ പി. ആർ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ട്രയൽ ആണ്, നമ്പർ ഓഫ് സക്സസ് ആണ്. എത്രാമത്തെ സക്സസ്? സോ ആർത്ത് സക്സസ്. പി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്
അഞ്ചാമത്തെ ട്രയലില് നാലാമത്തെ സക്സസ് ഒക്കർ ചെയ്യുന്ന ഒരു കേസാണ്. അതായത് നമ്പർ ഓഫ് ട്രയൽ ടു ഗെറ്റ് ആർത്ത് സക്സസ് ആണ്. എന്നാൽ മറ്റൊരു കേസ് എന്താണ്? നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് until we get fourth success. അതായത് നാലാമത്തെ സക്സസിന്റെ മുന്നേ ആയിട്ട് നമുക്ക് എത്ര ഫെയിലിയേഴ്സ് ഒക്കർ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നോക്കാം, ഈ ഒരു ഗെയിമില് നമുക്ക് നാലാമത്തെ സക്സസിന്റെ മുന്നേ ആയിട്ട് എത്ര ഫെയിലിയർ ഒക്കർ ചെയ്തിട്ട്? ഒരൊറ്റ ഫെയിലിയർ ആണ് ഒക്കർ ചെയ്തത് അല്ലേ? സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നാലാമത്തെ സക്സസിന്റെ മുന്നേ ആയിട്ട് ഒരു ഫെയിലിയർ ഒക്കർ ചെയ്ത പ്രോബബിലിറ്റി. സോ ഈ ഒരു പ്രോബബിലിറ്റി മോഡൽ ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ബൈനോമിയലിലും ജിയോമെട്രിക്കലും നെഗറ്റീവ് ബൈനോമിയലിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്പർ ഓഫ് സക്സസസ് ഇൻ n ട്രയൽസ്. ഈ ഒരു റാൻഡം വേരിയബിൾ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത് അല്ലേ? നമ്മുടെ കേസിൽ നമ്മൾ 5 ഗെയിംസ് കളിച്ചു, അഥവാ 5 ട്രയൽസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ എത്ര സക്സസ് ഉണ്ടായി? 4 സക്സസ് ഉണ്ടായി അല്ലേ? സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇതേ സിറ്റുവേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം? 4 സക്സസ് കിട്ടുന്ന പ്രോബബിലിറ്റി ഔട്ട് ഓഫ് n ട്രയൽസ്. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ട്രയൽസിൽ 4 സക്സസ് കിട്ടുന്ന പ്രോബബിലിറ്റി. ഇനി ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ കേസ് എടുത്താൽ റാൻഡം വേരിയബിൾ എന്താണ്? നമ്പർ ഓഫ് ട്രയൽസ് നീഡഡ് ടു ഗെറ്റ് ഫസ്റ്റ് സക്സസ്. നമ്മൾ 5 ഗെയിം കളിച്ചു, അതിൽ ഫസ്റ്റ് സക്സസ് നമുക്ക് എപ്പോഴാണ് കിട്ടിയത്? രണ്ടാമത്തെ ട്രയലിലാണ് അല്ലേ? സോ ഇവിടുത്തെ നമ്പർ ഓഫ് ട്രയൽ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ ഈ ഒരു കേസിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ സക്സസ് രണ്ടാമത്തെ ട്രയലിൽ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. or number of failures until the first success. ആദ്യത്തെ സക്സസിന്റെ തൊട്ട് മുമ്പേ ഉള്ള ഫെയിലിയേഴ്സിന്റെ എണ്ണം. ഇവിടെ നോക്കാം, നമുക്ക് രണ്ടാമത്തെ ട്രയലിലാണ് ആദ്യത്തെ സക്സസ് ഒക്കർ ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ ട്രയലിൽ എന്തായിരുന്നു? ഒരു ഫെയിലിയർ സംഭവിച്ചു. സോ ഫെയിലിയേഴ്സിന്റെ എണ്ണം എന്താണ്? 1 ആണ്. സോ ഈ ഒരു കേസിൽ എന്താ പറയാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെയാണെങ്കിൽ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്പർ ഓഫ് ട്രയൽസ് നീഡഡ് ടു ഗെറ്റ് ആർത്ത് സക്സസ്. നാലാമത്തെ സക്സസ് അഞ്ചാമത്തെ ട്രയലിൽ കിട്ടുന്ന പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 5 എന്ന് വരും. സോ നമ്പർ ഓഫ് ട്രയൽസിന്റെ പ്രോബബിലിറ്റി ആണ്. ആൻഡ് അതല്ലെങ്കിൽ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് അൺടിൽ ആർത്ത് സക്സസ്. നമുക്ക് എത്ര തോൽവികൾ സംഭവിച്ചു? ഒരേ ഒരു തവണയാണ് നമ്മൾ ഫെയിൽ ആയത്. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. 5 ഗെയിംസിൽ 4th സക്സസ്, ഇതാണ് നമ്മുടെ കേസ്. അങ്ങനെയാണെങ്കിൽ 4 ഗെയിംസ് കളിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 5-1 ഗെയിംസിൽ എന്തായാലും 4th സക്സസ് ഒക്കർ ചെയ്യില്ലല്ലോ? ഇല്ല. സോ 4നേക്കാൾ കുറവായിരിക്കും അവിടുത്തെ സക്സസുകളുടെ എണ്ണം. അത് എത്രയായിരിക്കും? 3 സക്സസ് ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 4 ഗെയിംസിൽ 3 സക്സസ് എന്ന് പറയുന്നത് n ട്രയൽസിൽ x സക്സസ് എന്നൊരു സിറ്റുവേഷൻ ആണ്. ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്ലൈ ചെയ്യാറ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ np ആണല്ലേ? സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സക്സസ് ഔട്ട് ഓഫ് 4 ഗെയിംസിൽ ഒക്കർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ncx p raised to x q raised to n minus x ആണ്. അതായത് 4c3 p raised to 3 q raised to 4 minus 3 എന്ന് വരും. ഇനി 4 ഗെയിംസിൽ എന്തായാലും 3 സക്സസ് മാത്രമേ ഒക്കർ ചെയ്യുള്ളൂ. സോ 5ാമത്തെ ഗെയിമിൽ 4ാമത്തെ സക്സസ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ഗെയിമിൽ നമുക്കൊരു പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണുള്ളത്. അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എന്താ വരിക? പി ഇൻറ്റു എന്താണ് ഈ പി? പ്രോബബിലിറ്റി ഓഫ് സക്സസ്. തൊട്ടടുത്ത ഗെയിമിൽ 4 കഴിഞ്ഞു, ഇനി 5ാമത്തെ ഗെയിമിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് ഒക്കർ ചെയ്യുന്നത് ഇൻറ്റു ഈ ഒരു പ്രോബബിലിറ്റി q raised to 4 minus 3. ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ x ട്രയൽസിൽ
അല്ലെങ്കിൽ എക്സ് ട്രയൽസിലല്ല, എക്സാമത്തെ ട്രയലില് നമുക്ക് ആർത്ത് സക്സസ് കിട്ടുന്ന പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു കാര്യം അപ്ലൈ ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു, ഇവിടെ നോക്കാം, ഇവിടെ വരുന്നത് 4 ആണ്. 4 എന്ന് പറയുന്നത് 5-നേക്കാൾ 1 കുറവാണ്. അപ്പൊ ഇവിടെ എക്സിനേക്കാൾ 1 കുറവ്. എക്സ് മൈനസ് 1 സി 3 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ്. സക്സസിന്റെ എണ്ണം ഇവിടെ എന്താണ്? 6 ആണ്. പക്ഷെ ഇത് തൊട്ട് താഴെയുള്ള സക്സസ്, അതായത് 4th സക്സസിനേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ 3 സക്സസ് ഒക്കെ അറിയുന്ന കേസ്. സോ ഇവിടെ എന്ത് വരും? എക്സ് മൈനസ് 1 സി ആർ മൈനസ് 1, ആർത്ത് സക്സസിനേക്കാൾ തൊട്ട് മുമ്പുള്ള സക്സസിന്റെ എണ്ണം P3, അതായത് P raised to R minus 1 into Q raised to N minus 1, അതായത് X minus 1 minus X. Clear അല്ലേ? This is equal to probability of X equal to X. എങ്ങനെ എഴുതാൻ പറ്റും? X minus 1 C R minus 1, ഈ ഒരു P ടേമും ഈ ഒരു P raised to R minus 1 ടേമിലും ഇത് രണ്ടും ക്യാൻസൽ ആവും. പിന്നെ എന്താ ഉണ്ടാവുക? P raised to R. So P raised to R into Q raised to, ഇവിടെ എന്ത് വരും? ഈ മൈനസ് 1 ടേമും ഈ മൈനസ് 1 ടേമും ക്യാൻസൽ ആയി. പിന്നെ എന്ത് വരും? എക്സ് മൈനസ് R എന്ന് വരും. എക്സ് മൈനസ് R. അപ്പൊ ഇതാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഏത് കേസിലാണ്? എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആകുന്ന കേസിലാണ്. ഇനി നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ആവുന്ന ഒരു കേസ് കൂടി ഉണ്ട് അല്ലേ? ആ ഒരു കേസിൽ എന്ത് വരും നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ആണ്. അതായത് എക്സ് പ്ലസ് ആർ ട്രയൽസിൽ എക്സ് ഫെയിലിയറും ആർത്ത് സക്സസും. ക്ലിയർ അല്ലേ? ഈ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് this is equal to x plus r minus 1 c r minus 1 p raised to r q raised to x എന്നാണ് വരുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കേസിലുള്ള പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് എല്ലാ ഡിസ്ട്രിബ്യൂഷനെയും, ഈ 3 ഡിസ്ട്രിബ്യൂഷൻസിനെയും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? PMF ഓരോന്നിന്റെയും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ എന്താ? NCX, P raised to x, Q raised to N minus x ആണ്. ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ 2 കേസ് വരുന്നുണ്ട്. ഒന്ന് ട്രയൽസിന്റെ കേസും രണ്ടാമത്തത് ഫെയിലിയേഴ്സിന്റെ കേസും. അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 സി ആർ മൈനസ് 1 കേസ് എടുക്കുന്നത് ട്രയൽസിന്റെ കേസാണ്. രണ്ടാമത്തെ കേസ് ഫെയിലിയേഴ്സിന്റെ കേസാണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കാം, ഈ ആറിന് പകരം R is equal to 1 ആകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. എക്സ് മൈനസ് 1 സി ആർ മൈനസ് 1 പകരം എന്ത് വരും? 1 മൈനസ് 1 പി റേസ് ടു 1 ക്യൂ റേസ് ടു എക്സ് മൈനസ് 1, അതായത് പി ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് മൈനസ് 1 എന്ന് കിട്ടും. സോ വെൻ ആർ ഇസ് ഈക്വൽ ടു 1, നെഗറ്റീവ് ബൈനോമിയൽ എന്നുള്ളത് ഈ ഒരു കേസിലേക്ക് ടെൻഡ് ചെയ്യും. ഈ ഒരു കേസ് തന്നെയല്ലേ ഈ ഇരിക്കുന്ന പി ക്യൂ റേസ് ടു എക്സ് മൈനസ് 1. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വെൻ ആർ ഈക്വൽ ടു 1, നെഗറ്റീവ് ബൈനോമിയൽ എന്തായിട്ട് മാറും? ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു കണക്ഷൻസ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ നെഗറ്റീവ് ബൈനോമിയൽ എന്ന് വിളിക്കുന്നത് എന്ന് നോക്കാം. സമ്മേഷൻ x is equal to r to infinity x minus 1 r minus 1 p raised to r q raised to x minus r. ഈ ഒരു എക്സ്പാൻഷൻ നോക്കാം. ഇതില് x ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? സോ p raised to r എന്ന് പറയുന്ന ഈ ഒരു ടേം ഔട്ട്സൈഡ് എടുക്കുക. അത് കോൺസ്റ്റന്റ് ടേം ആണ്. p raised to r into summation x is equal to r to infinity x minus 1 c r minus 1 q raised to x minus r. ഇത്രയും ഭാഗം 1 മൈനസ് ക്യൂ ഹോൾ റേസ് ടു മൈനസ് ആർ എന്നതിന്റെ എക്സ്പാൻഷൻ ആണ്. സോ ഇതിനെ പി റേസ് ടു ആർ ഇൻറ്റു 1 മൈനസ് ക്യൂ റേസ് ടു മൈനസ് ആർ എന്ന് എഴുതാം. ഇവിടെ നോക്കാം, ഇതൊരു ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് വിത്ത്
ഇൻടെക്സ് എന്താണ്? നെഗറ്റീവ് ആണ്. വിത്ത് ഇൻടെക്സ് നെഗറ്റീവ്. സോ ഈ ഒരു നെഗറ്റീവ് ഇൻഡെക്സ് വരുന്നത് കൊണ്ടാണ് ഈ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മൊമെന്റ്സ് എന്ന് നോക്കാം. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ മൊമെന്റ്സ്, മീനും വേരിയൻസും ഒക്കെ കാണാൻ എന്താണോ ചെയ്തത് അതേ മെത്തേഡ് തന്നെ ഇവിടെയും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നത് r ടൈംസ് ക്യൂ ബൈ പി എന്ന് കിട്ടും. ഇവിടെ വളരെ സിമിലർ ആയിട്ടുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഏതാണ്? ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. എക്സ് ഫോളോസ് ജിയോമെട്രിക് പി ആണെങ്കിൽ അവിടുത്തെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്തായിരുന്നു? ക്യൂ ബൈ പി ആണ്. അപ്പൊ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനും നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും എങ്ങനെയാണ് കണക്ഷൻ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻ കേസ് ഓഫ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? r ടൈംസ് ക്യൂ ബൈ പി ആണ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്നത് നമുക്ക് r ടൈംസ് r പ്ലസ് 1 ക്യൂ സ്ക്വയർ ബൈ പി സ്ക്വയർ പ്ലസ് r ടൈംസ് ക്യൂ ബൈ പി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. So r into r plus 1 q square by p square plus r q by p minus r q by p whole square എന്ന് കിട്ടും. This is equal to r q by p square എന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. സോ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ r q by p യും വേരിയൻസ് r q by p സ്ക്വയറും ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. Negative binomial distribution tends to Poisson under certain conditions. നമുക്കറിയാം x follows binomial ആണ്. ബൈനോമിയൽ NP ആണെങ്കിൽ ചില കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനോമിയൽ എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആകും? പോയിസണിലേക്ക് ടെൻഡ് ചെയ്യും അല്ലേ? അതുപോലെ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ടെൻഡ് ചെയ്യും അണ്ടർ സം കണ്ടീഷൻ. നമ്മൾ മുമ്പേ കണ്ടു ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ്? എക്സ് ഫോളോസ് നെഗറ്റീവ് ബൈനോമിയൽ ആർ പി ആണെങ്കിൽ ഇതിൽ ആറിന്റെ വാല്യൂ 1 ആകുമ്പോൾ വെൻ ആർ ഈക്വൽ ടു 1 എക്സ് ഫോളോസ് എന്താകും? ജിയോമെട്രിക് പി ആകും. അതായത് ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ പി ആയിരിക്കും. ആൻഡ് മീൻ ഇസ് ഈക്വൽ ടു ആർ ക്യൂ ബൈ പി, വേരിയൻസ് ഇസ് ഈക്വൽ ടു ആർ ക്യൂ ബൈ പി സ്ക്വയർ.